अस्सलाम वालेकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु व अशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु अम्मा बादु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन इय्याका नअबुदु व इय्याका नस्तईन इहदिनस सिरातल मुस्तक़ीम सिरातल लज़ीना अनअमत अलैहिम गैरिल मग़ज़ूबि अलैहिम वलद्दाल्लीन। ये ज़माना നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം ഇസ്ലാമിന്റെ പുനർജനനത്തിന്റെ കാലഘട്ടമാണ്. ഇസ്ലാമിന്റെ ശ്രേഷ്ഠത മറ്റെല്ലാ മതങ്ങളുടെയും മേൽ അള്ളാഹു പ്രകടമാക്കുന്ന കാലഘട്ടമാണിത്. അള്ളാഹു എല്ലാ തരത്തിലും ഇസ്ലാമിന്റെ ശ്രേഷ്ഠത പ്രകടമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നതിൽ ദൃഢമായി വിശ്വസിക്കുന്നവരാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അഹ്മദികളായ നാം. ഒരു മനുഷ്യനെ ദൈവമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ക്രിസ്തീയ സിദ്ധാന്തത്തിനെ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയിരിക്കുന്ന തെളിവുകൾ മുഖേനയും അള്ളാഹു നിരന്തരം പ്രകടമാക്കുന്ന ആകാശീയ സഹായങ്ങൾ മുഖേനയും അഹ്മദിയ ജമാഅത്ത് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മറ്റൊരു മുസ്ലിം കക്ഷിയും തന്നെ ഇതിന്റെ കോടിയിൽ ഒരു ഭാഗം പോലും ചെയ്യുന്നില്ല. അവർക്ക് ചെയ്യാൻ സാധ്യവുമല്ല. കാരണം അല്ലാഹു തആല ഈ പ്രവർത്തനം ഇക്കാലത്ത് മസീഹ് മഹ്ദിയുടെ ജമാഅത്ത് മുഖേനയാണ് ചെയ്യിപ്പിക്കുന്നത്. ക്രിസ്തീയ ലോകം ഇക്കാര്യം അംഗീകരിക്കുന്നുണ്ട്. ഹിദായത്തിന്റെ യഥാർത്ഥ മാർഗം അഹ്മദിയ ജമാഅത്തിലാണുള്ളതെന്ന് സൽപ്രകൃതക്കാരായ മുസ്ലിങ്ങളും അംഗീകരിക്കുന്നു. അങ്ങനെ അവർ ഹിദായത്ത് കരസ്ഥമാക്കുകയും ചെയ്യുന്നുണ്ട്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൽ നിന്നുള്ള വ്യക്തിയാണെന്ന് അവർ അംഗീകരിക്കുന്നു. ഇന്നേക്ക് 70 വർഷം മുമ്പ് ആഫ്രിക്കയിൽ ക്രിസ്തീയ പാതിരിമാർ പ്രഖ്യാപിച്ചിരുന്നത് ആഫ്രിക്ക ഒന്നടങ്കം അടുത്ത് തന്നെ ക്രിസ്തുമതത്തിന്റെ മടിത്തട്ടിൽ വന്നുകൊണ്ട് ദൈവപുത്രന്റെ ദൈവത്വം അംഗീകരിക്കുന്നതാണ് എന്നാണ്. ഇതേപോലെ ഇന്നേക്ക് 120-125 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇന്ത്യയെക്കുറിച്ചും പാതിരിമാർ പറഞ്ഞിരുന്നത് ഇന്ത്യയിൽ ക്രിസ്തുമതം ഉടനെ വിജയിക്കുമെന്നായിരുന്നു. എന്നാൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യനെ ദൈവമാക്കുന്ന
खुद उनकी अपनी किताब കാഴ്ചപ്പാടിനെ और अकली दलाइल से അവരുടെ തന്നെ ഗ്രന്ഥത്തിന്റെ तो अल्लाह ताला के फजल അടിസ്ഥാനത്തിലും യുക്തിപരമായും ईमान जो ईसाइयत की झोली में തെറ്റാണെന്ന് തെളിയിച്ചപ്പോൾ या ईसाइयत को इस्लाम से അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ होश में ക്രിസ്തുമതത്തിന്റെ വലയിൽ और उस झूठे नजरिए വീഴാൻ പോവുകയോ करने से बच അതല്ലെങ്കിൽ ഇസ്ലാമിനേക്കാളും ശ്രേഷ്ഠമതം ക്രിസ്തുമതമാണെന്ന് അംഗീകരിക്കുകയോ ചെയ്തിരുന്ന थी ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾക്ക് സ്വബോധം വീണ്ടും കിട്ടുകയും खुदाए वाहिद की वहदानियत അങ്ങനെ ആ തെറ്റായ വിശ്വാസം സ്വീകരിക്കുന്നതിൽ നിന്ന് सच्चाई और बरतरी രക്ഷപ്പെടുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ആ മഹാത്മാവ് സ്ഥാപിച്ചിരുന്നത് അതിശക്തമായ തടസ്സമായിരുന്നു, മതിലായിരുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ ഏകത്വവും ഇസ്ലാമിന്റെ സത്യതയും ലോകത്ത് പ്രകടമാകുകയുണ്ടായി. नजरिए ഇതേപോലെ ആഫ്രിക്കയിൽ खोलकर അഹമ്മദിയ ജമാഅത്തിന്റെ മുബല്ലിഗുമാർ खड़ी कर दी ഇസ്ലാമിനെ പ്രചരിപ്പിച്ചുകൊണ്ട് जिसका उन्हें സ്ത്രീത്വത്തിന്റെ തെറ്റായ വശങ്ങൾ कि अहमदी हमारे सामने रोकें खड़ी कर रहे हैं വിവരിച്ചുകൊണ്ട് ക്രിസ്തീയ മിഷണറിമാരുടെ മുമ്പിൽ വൻ മതിൽ സ്ഥാപിക്കുകയുണ്ടായി. और अल्लाह ताला के इस അഹമ്മദികൾ ഞങ്ങൾക്ക് काम को देखने തടസ്സമാണെന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. की अक्सरियत ने എന്നാൽ അള്ളാഹുവിന്റെ വരിഷ്ഠദാസനായ ഇസ്ലാമിന്റെ ഈ പോരാളിയുടെ आपके खिलाफ പ്രവർത്തനങ്ങൾ കണ്ടിട്ടും മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും സന്തോഷിച്ച് തുള്ളിച്ചാടുന്നതിന് പകരം कर्म किया ആ മഹാത്മാവിന്റെ ജമാഅത്തിൽ അംഗങ്ങളാകുന്നതിന് പകരം लेकिन जैसा അദ്ദേഹത്തിനെതിരിൽ അതിരൂക്ഷമായ വിദ്വേഷവും ശത്രുതയും വൈരാഗ്യവും വെച്ചു പുലർത്തുകയാണ് ചെയ്യുന്നത്. भेजे हुए के साथ ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ വിധി അവൻ അയച്ച വ്യക്തിയോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ്. फितरत लोग आहिस्ता आहिस्ता സൽപ്രകൃതക്കാർ मसीह मोहम्मदी की जमात में മുഹമ്മദി മസീഹിന്റെ സംഘത്തിൽ दे रहे हैं और हो रहे हैं അംഗങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. नाम नेहाद मुल्लाओं के ഇപ്പോൾ ആ ജമാഅത്തിൽ പ്രവേശിക്കുകയും ചെയ്തു വരുന്നു. എന്നാൽ ഇപ്പോഴും ഭൂരിഭാഗവും നാമധാരികളായ മുല്ലാവർഗത്തെ ഭയപ്പെട്ടുകൊണ്ടും और हर रोज അതോടൊപ്പം മതവിജ്ഞാനം ഇല്ലാത്തതുകൊണ്ടും എതിർപ്പിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. मुसलमान कहलाने वाले मुल्कों और നിത്യവും മുസ്ലിം നാടുകളിലും पाकिस्तान में വിശിഷ്യ अहमदियत की പാകിസ്ഥാനിലും അഹമ്മദിയത്തിനെതിരിൽ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. भी इसमें पेश पेश ചില TV ചാനലുകൾ जो यूरोप और दुनिया में ഇക്കാര്യത്തിൽ വളരെ മുൻപന്തിയിലാണ്. അത് യൂറോപ്പിലും ലോകത്ത് പല സ്ഥലങ്ങളിലും കാണപ്പെടുന്നതാണ്. गलत रंग में പാമരരായ മുസ്ലിം ജനങ്ങളുടെ വികാരങ്ങളെ ഇളക്കി വിട്ടുകൊണ്ട് അഹമ്മദിയത്തിൽ പ്രകോപിതരാക്കുന്നു. बाज टीवी चैनल अपनी पॉलिसी के ചില TV ചാനലുകൾ തങ്ങളുടെ പോളിസിയുടെ അടിസ്ഥാനത്തിൽ ഇതിന് അനുവാദം നൽകുന്നില്ല. रफाई काम അതുകൊണ്ട് റിലീഫ് പ്രവർത്തനത്തിന്റെ മറപിടിച്ചുകൊണ്ട് ടിവിയിൽ പരിപാടി നടത്തുകയും और फसाद पैदा कर ഇതിൽ ഈ इस पर भी ऐलान കുഴപ്പക്കാരായ തീവ്രവാദ വിഭാഗം किसी न किसी बहाने से അഹമ്മദികൾ വധാർഹരാണെന്ന് वाजिबुल कत्ल है വിളംബരപ്പെടുത്തുകയും ചെയ്യുന്നു. दिनों ऐसे ही एक കഴിഞ്ഞ ദിവസം जहाँ यूरोप യൂറോപ്പിൽ അങ്ങനെയുള്ള ഒരു TV ചാനലിൽ लेकिन ഒരു മൗലവി ഈ രീതിയിലുള്ള से रब्ता किया പ്രഖ്യാപനം നടത്തുകയുണ്ടായി. उन्होंने ചാനലിന്റെ ഉടമസ്ഥനുമായി ബന്ധപ്പെട്ടപ്പോൾ इस मौलवी को അദ്ദേഹം ക്ഷമാപണം നടത്തുകയും ഇനി മുതൽ ഈ മൗലവിയെ തങ്ങളുടെ ചാനലിൽ കൊണ്ടുവരികയില്ല എന്ന് വാക്ക് നൽകുകയും ചെയ്തു. इन बद ചുരുക്കത്തിൽ इस्लाम ഈ ദുർഭകന്മാർ नामूस ഇസ്ലാമിന്റെയും और खत्म नबूवत के नाम पर പ്രവാചകന്റെ അഭിമാന സംരക്ഷണത്തിന്റെയും ഖത്തമുന്നബൂവത്തിന്റെയും പേരിൽ പാമരരായ മുസ്ലിം സമൂഹത്തിന്റെ വികാരത്തെ ഇളക്കിവിടുന്ന ജോലി ഏറ്റെടുത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ दलील और बरतरी साबित ഇസ്ലാമിന്റെ തബ്ലീഗും और आ हजरत അതിന്റെ മഹത്വവും പ്രകടമാക്കുന്നതിനും मुकाम दुनिया पर वादे തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹൽ സ്ഥാനം ലോകത്ത് कर रही വ്യക്തമാക്കുന്നതിനു വേണ്ടി उसका एतराफ तो खुद അഹമ്മദിയ ജമാഅത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഇസ്ലാം വൈരികൾ പോലും मिशनरी भी कर रहे हैं ശ്ലാഘിക്കുന്നുണ്ട്. इन लोगों को तो ये जो इतराज അഹമ്മദിയത്തിന്റെ പേരിൽ ആരോപണം ഉന്നയിക്കുന്ന अहमदियों पर इतराज कर മുസ്ലിം കക്ഷികൾക്ക് इनको तो ഇസ്ലാം മത പ്രചരണത്തിന് कि इस्लाम की तबलीग അല്പം പണം ചെലവഴിക്കാൻ പോലും खर्च करना തൗഫീക്ക് ലഭിക്കുന്നില്ല. हाँ मुल्क की दौलत लूटने की हर एक को फिक्र है
എല്ലാവരുടെയും ചിന്ത നാടിന്റെ സമ്പത്ത് എങ്ങനെ കൊള്ളയടിക്കാം എന്നാണ്. ഇന്ന് ഇസ്ലാമിന്റെയും പ്രവാചകന്റെ അഭിമാനം സംരക്ഷിക്കുക എന്ന പേരിലും നാട്ടിൽ നടക്കുന്നത് എന്താണ്? നാട്ടിൽ വ്യാപിച്ചിരിക്കുന്ന തീവ്രവാദ പ്രവർത്തനം ഓരോ സൽപ്രകൃതക്കാരനെയും ചിന്താകുലനാക്കിയിരിക്കുകയാണ്. ആരുടെയും ജീവൻ സുരക്ഷിതമല്ല. അഹമ്മദികൾക്കെതിരിൽ ക്രൂരതകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ്. ഈ തീവ്രവാദത്തിൽ നിന്നും പാകിസ്ഥാനിൽ ഒരു പൗരനും തന്നെ സുരക്ഷിതനല്ല. രാജ്യത്ത് ഒരു ഭാഗത്ത് അരാജകത്വം കൊടികുത്തി വാഴുകയാണ്. കുഴപ്പം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു തരം ഭരണവും ഇല്ലാതായിരിക്കുന്നു. മറുഭാഗത്ത് പ്രകൃതി ദുരന്തങ്ങൾ രാജ്യത്തെ വലയം ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം എന്താണ് നടക്കുന്നത് എന്ന് ചിന്തിക്കുന്നില്ല. എങ്ങോട്ടാണ് സമൂഹത്തിന്റെ പോക്ക്? അള്ളാഹു ഏതൊരു പര്യവസാനത്തിലേക്കാണ് ഇവരെ കൊണ്ടുപോകുന്നത്? ഇവരുടെ അവസ്ഥ എന്തായിരിക്കും? ഇത് മനസ്സിലാക്കാൻ അള്ളാഹു തന്നെ ഇവർക്ക് ബുദ്ധി പ്രദാനം ചെയ്യുമാറാകട്ടെ. അഹമ്മദികളെ സംബന്ധിച്ചിടത്തോളം നാടിനോട് കൂറു പുലർത്തുന്നവരാണവർ. അവർക്കെതിരിൽ നിയമപ്രകാരം പല തടസ്സങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരെ ആവും വിധം പ്രയാസപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഈ നാടിനെ എല്ലാവിധ നാശങ്ങളിൽ നിന്നും അള്ളാഹു സംരക്ഷിക്കട്ടെ എന്നവർ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഖുത്ബയിൽ പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. അതോടൊപ്പം നഫൽ നോമ്പെടുക്കാനും പറഞ്ഞിരുന്നു. ആഴ്ചയിൽ ഒരു നഫൽ നോമ്പ് എടുക്കാനാണ് പറഞ്ഞത്. ഇത് സംബന്ധമായി ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. പ്രാദേശിക ജമാഅത്തുകൾ ഒരുമിച്ച് തീരുമാനമെടുത്ത് നോമ്പെടുക്കാനായി ഒരു ദിവസം നിശ്ചയിക്കുക. തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ ഇതിനായി തിരഞ്ഞെടുക്കുക. പാകിസ്ഥാനിലെ അഹമ്മദികളോടാണ് ഞാൻ ഇത് പറഞ്ഞിരുന്നത്. ഈ പദ്ധതിയെ ജമാഅത്തുകൾ വളരെ ഗൗരവമായി എടുക്കേണ്ടതാണ്. ശത്രുക്കളിൽ നിന്നും ശത്രുതയിൽ നിന്നും അക്രമികളിൽ നിന്നും ആക്രമണത്തിൽ നിന്നും ജമാഅത്തിനെ രക്ഷപ്പെടുത്താനായി ദുആ ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു. അതോടൊപ്പം നാടിന് ഇവരിൽ നിന്ന് മോചനം ലഭിക്കാനായും പ്രാർത്ഥിക്കാനും പറഞ്ഞിരുന്നു. എന്നാൽ മാത്രമേ ഈ നാട് രക്ഷപ്പെടുകയുള്ളൂ. നമുക്ക് നമ്മുടെ നാടിനോട് സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുന്നത്. ഓരോ പാകിസ്ഥാനി അഹമ്മദിയും അവന്റെ ഈ കടമ നിറവേറ്റേണ്ടതാണ്. ഞാൻ ആദ്യത്തെ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമും അദ്ദേഹത്തിൽ നിന്ന് ഉപദേശം കരസ്ഥമാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ജമാഅത്തും ഇസ്ലാമിന്റെ പുനർജനനത്തിനായും അതിന്റെ ശ്രേഷ്ഠത മറ്റെല്ലാ മതങ്ങളുടെ മേലും തെളിയിക്കുന്നതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആഫ്രിക്കയായാലും അമേരിക്കയായാലും ലോകത്തുള്ള ഏതൊരു പ്രദേശമായാലും ഇസ്ലാമിന്റെ പ്രതിരോധത്തിനായി അഹമ്മദികൾ സധൈര്യം മുമ്പോട്ട് വരുന്നു. പ്രതിരോധത്തിന് മാത്രമല്ല, ഇസ്ലാമിന്റെ മഹത്വം പ്രകടമാക്കാനും അവർ മുൻപന്തിയിൽ തന്നെയാണ്. എണ്ണപ്പണം കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത സ്ഥലങ്ങളിൽ അള്ളാഹുവിന്റെ പ്രീതിക്കായി അഹമ്മദികൾ നൽകുന്ന തുച്ഛ വരുമാനത്തിൽ നിന്നുള്ള വരിപ്പണം ഫലം നൽകുന്നു. ഇത് നമ്മുടെ എന്തോ കഴിവൊന്നുമല്ല. നമ്മുടെ നിസ്സാരമായ ത്യാഗങ്ങളിൽ ബർക്കത്തിടുക എന്നത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. ഇതിന് എത്രയോ ഫലങ്ങൾ ഉണ്ടാകുന്നു.
बस हमारा അള്ളാഹുവിന്റെ പ്രീതി अल्लाह ताला के ആകർഷിക്കാനായി करने के लिए അവന്റെ മുമ്പിൽ നമ്മുടെ നിസ്സാരങ്ങളായ ത്യാഗങ്ങൾ സമർപ്പിച്ചുകൊണ്ടേ പോകുക എന്നത് നമ്മുടെ കടമയാണ്. നന്ദികേട് കാണിക്കുന്നവരല്ല നാം. ये अल्लाह ताला का അഹമ്മദിയത്ത് സ്വീകരിക്കുവാനുള്ള തൗഫീക്ക് നൽകി എന്നത് अहमदियत को അള്ളാഹുവിന്റെ വലിയ ഔദാര്യമാണ്. अगर हमारे നമ്മുടെ को ये तौफीक दी പൂർവ്വ പിതാക്കന്മാർക്ക് ഇത് സ്വീകരിക്കാനുള്ള തൗഫീക്ക് നൽകിയെങ്കിൽ നമുക്ക് ഇതിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീക്ക് നൽകി. ज़मान के साथ കാലഘട്ടത്തിന്റെ ഇമാമിനോടൊപ്പം നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ പൂർത്തീകരിച്ചുകൊണ്ട് ഇരുലോകവും നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. लेकिन याद रखें എന്നാൽ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. खाली कुर्बानी करके ധനത്യാഗം ചെയ്തുകൊണ്ട് नहीं हो जाते. നമ്മുടെ ജോലി അവസാനിക്കുന്നില്ല. हमने अपने अंदर അള്ളാഹുമായി से ताल्लुक पैदा ബന്ധം നിലനിർത്തുന്ന ഹൃദയം दिल पैदा करने की कोशिश करनी. നമ്മിൽ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. हमने अपने आला अखलाक ഉന്നത ധാർമ്മിക ഗുണം करने की कोशिश करनी. സ്വായത്തമാക്കാൻ നാം ശ്രമിക്കേണ്ടതാണ്. तो इस्लाम का पैगाम ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശമായ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്ദേശത്തെ നമ്മുടെ നാടുകളിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കേണ്ടതാണ്. उठाए गए ഇസ്ലാമിനെതിരിൽ ഉന്നയിക്കപ്പെടുന്ന ആക്ഷേപങ്ങൾ खूबसूरत तालीम ദൂരീകരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ മനോഹര അധ്യാപനത്തെ ലോകത്തിന് മുമ്പാകെ സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. की जमात भी जो जो അതുകൊണ്ട് ഈ ചെറിയ ജമാഅത്തായ ഹോളണ്ട് ജമാഅത്തും തങ്ങളുടെ ഈ ഉത്തരവാദിത്തത്തെ മനസ്സിലാക്കുക. काम करने से കുറച്ചു പേർ പ്രവർത്തിച്ചതുകൊണ്ട് ഈ ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാൻ കഴിയില്ല. हॉलैंड में रहने वाले ഹോളണ്ടിൽ താമസിക്കുന്ന ഓരോ അഹമ്മദിയും हॉल में इस अहम काम തങ്ങളുടെ ചുറ്റുപാടിൽ ഈ ബൃഹത്തായ പ്രവർത്തനം നടത്താൻ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. शख्स भी रहता है ഈ ഹോളണ്ടിൽ चमकाने के लिए തന്റെ और आ हजरत രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനായി ഇസ്ലാമിനെതിരിലും बढ़ता चला जा रहा തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിലും ആക്ഷേപം ഉന്നയിക്കുന്ന ഒരു ദുർഭകനുണ്ട്. है हाथ में बढ़ गया है. ശത്രുതയിലും എതിർപ്പിലും അയാൾ മുന്നേറുകയാണ്. उसके मुंह से ആ വ്യക്തിക്ക് എത്രമാത്രം ശത്രുതയും വിദ്വേഷവും ഇസ്ലാമിനെ കുറിച്ചുണ്ടെന്നാൽ जब किसी मुसलमान ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അയാൾ കോപം കൊണ്ട് വിറക്കുകയും मुजम्मत വായിൽ നിന്ന് നുരയും പതയും വരികയും ചെയ്യുന്നു. അത്രമാത്രം ദേഷ്യമാണ്. കഴിഞ്ഞ ദിവസം ഏതോ ഒരു മുസ്ലിം കക്ഷി തീവ്രവാദത്തെ ശക്തമായി അപലപിച്ചപ്പോൾ कि ये काफी नहीं है. हम उस ഗർട്ട് വിൽഡർ എന്നു പേരുള്ള ഈ അക്രമി ये नहीं कहते അതിനെ പ്രതികരിച്ചത് ഇപ്രകാരമാണ്: ऐसा है നിങ്ങൾ തീവ്രവാദത്തെ तालीम देता है. झूठ है അപലപിച്ചത് കൊണ്ട് കാര്യമായില്ല. ഇസ്ലാം മതം തന്നെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണെന്നും है इसके इरादे. അത് കള്ളമാണെന്നും जब तक ये അത് ദൈവത്തിൽ നിന്നുള്ളതല്ലെന്നും ഇതിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റണമെന്നും നിങ്ങൾ അംഗീകരിക്കാതെ ഞങ്ങൾ തൃപ്തരാവുകയില്ല. ए जालिम ഇത് പ്രഖ്യാപിക്കാത്തിടത്തോളം सुन लो ഒന്നും ഞങ്ങൾ അംഗീകരിക്കുന്നതല്ല. ഇതാണ് അയാളുടെ പ്രതികരണം. पार्टी ഇത്തരുണത്തിൽ നാം അയാൾക്ക് നൽകേണ്ട സന്ദേശം ഇതാണ്: അക്രമിയായ മനുഷ്യ, കേട്ടുകൊള്ളുക, നീയും നിന്റെ പാർട്ടിയും ലോകത്തുള്ള എല്ലാവരും നശിക്കും. എന്നാൽ ഇസ്ലാമും ഹദ്റത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് വരെ ഈ ലോകത്ത് നിലനിൽക്കുവാനാണ് വന്നത്. और दुश्मन അത് നിലനിൽക്കുക തന്നെ ചെയ്യും. इस्लाम को ലോകത്തുള്ള ഒരു ശക്തിക്ക് തന്നെ अल्लाह അവർ എത്ര വലിയ ഫിർഔനുകളായാലും ഇസ്ലാമിന്റെ ശത്രുക്കളായാലും ഇസ്ലാമിനെ അവർക്കൊന്നും മായ്ച്ചു കളയാൻ സാധ്യമല്ല. तिहाई दुश्मनी के बावजूद അള്ളാഹു തആല ഇക്കാലത്ത് इस्लाम അതിക്രൂരരായ നിങ്ങളെപ്പോലുള്ള ശത്രുക്കൾ ഉണ്ടായിട്ടും की मदद से ഇസ്ലാമിനെ ലോകത്ത് വിജയിപ്പിക്കാനാണ് അള്ളാഹുവിന്റെ ഈ യോദ്ധാവിനെ അവന്റെ സഹായത്തോടെ അയച്ചിരിക്കുന്നത്. बात का इल्म रख ഇതിൽ പ്രവേശിച്ചിട്ടുള്ള ഓരോ അഹമ്മദിയും തന്റെ और ये अहद भी करता है कि हम ജീവനും जान माल वक्त कुर्बान സ്വത്തും इस मकसद को हासिल करके रहें. സമയവും എല്ലാം തന്നെ ത്യാഗം ചെയ്തുകൊണ്ട് ഈ ലക്ഷ്യം കരസ്ഥമാക്കുമെന്ന് മനസ്സിലാക്കുന്നവരും പ്രതിജ്ഞ എടുത്തവരുമാണ്. बसने वाला हर अहमदी जो है ഈ നാട്ടിൽ താമസിക്കുന്ന ഓരോരുത്തരും यही है. മറുനാട്ടിലുള്ളവരും ഈ ഒരു സന്ദേശമാണ് പ്രചരിപ്പിക്കേണ്ടത്. ये पैगाम पहुंचाना है आपने. बेशक ये सियासत ഇവിടെയുള്ള ഓരോ വ്യക്തിക്കും ഈ സന്ദേശം നിങ്ങൾ എത്തിക്കണം. ഈ രാഷ്ട്രീയക്കാരൻ में ഇസ്ലാമിന്റെ കൊടിയ ശത്രു, जीतता चला जाए, जायद सीटें भी ले ले पहले से ज्यादा, लेकिन दुनिया തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നുണ്ട്,
മുമ്പത്തേക്കാൾ കൂടുതൽ തീറ്റ കരസ്ഥമാക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ലോകത്തോട് പറയേണ്ടത് खुदा ताला के ഇയാളുടെ ഈ പ്രവർത്തനങ്ങൾ हलाकत के समान करेंगे। ഇയാളുടെ നാശത്തിന് अल्लाह ताला കാരണമായി തീരുന്നതാണ്. अपने रसूल की लाज रखी है, അള്ളാഹു തആല उसकी नामूस എല്ലായ്പ്പോഴും തന്നെ തന്റെ പ്രവാചകന്റെ അഭിമാനം സംരക്ഷിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്റെ മഹത്വം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ना हम कोई ഇന്നും അവനത് ചെയ്യുന്നതാണ്. ഇൻഷാ അല്ലാ നമുക്ക് കഴിവൊന്നുമില്ല, ഭൗതികമായ ഒരു ആയുധവും നാം ഉപയോഗിക്കുകയുമില്ല. उनकी दुआएं എന്നാൽ ആരുടെ ഹൃദയത്തെയാണോ हिला देती हैं മുറിവേൽപ്പിച്ചിരിക്കുന്നത് और यहाँ അവരുടെ പ്രാർത്ഥനകൾ अल्लाह ताला അള്ളാഹുവിന്റെ അർശിനെ വിറകൊള്ളിക്കുന്നതാണ്. ഇവിടെയാണെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രശ്നമാണ്. अल्लाह ताला की गैरत നമ്മുടെ ദുആകളെക്കാളും കൂടുതൽ അള്ളാഹുവിന്റെ അഭിമാനം ഇവിടെ പ്രവർത്തിക്കുന്നതും खाक के जरे भी नजर नहीं आएंगे। അങ്ങനെയുള്ള നീചരുടെ പൊടി പോലും കാണാൻ കഴിയാത്ത അവസ്ഥ കൈവരിക്കുന്നതുമാണ്. മാന്യന്മാരായ എത്രയോ പേർ ഹോളണ്ടിലുണ്ട്. इसकी बातों को रद्द करते हैं, എല്ലാവരും ആ ദുർഭകനെ പോലെയല്ല. तभी ആ ദുർഭകന്റെ കാര്യങ്ങളെ അവർ നിഷേധിക്കുന്നു. അതുകൊണ്ടാണ് और बात है। അയാൾക്കെതിരിൽ ഇവിടെ കേസ് കൊടുത്തിട്ടുള്ളത്. लगता है कि ആ കേസും രാഷ്ട്രീയത്തിൽ ऐसे शरफा മുങ്ങിപ്പോയി എന്നത് മറ്റൊരു കാര്യം. ഇതിൽ നിന്നും തെളിയുന്നത് ख्यालात അയാളുടെ ഇങ്ങനെയുള്ള പ്രവർത്തനത്തെ പ്രതിഷേധിക്കുന്ന മാന്യന്മാരായവർ तलाश करके ഇവിടെ ഉണ്ട് എന്നാണ്. उन्हें इस्लाम का खूबसूरत पैगाम ഇങ്ങനെയുള്ള മാന്യ വ്യക്തികളെ അന്വേഷിച്ച് കണ്ടെത്തി അവർക്ക് ഇസ്ലാമിന്റെ സുന്ദര സന്ദേശം എത്തിക്കുക, कायम करने वालों की ലോകത്ത് ശാന്തിയും സ്നേഹവും സാഹോദര്യവും നിലനാട്ടുന്നവരെ അന്വേഷിക്കുക, दुनिया में ലോകത്ത് करने वालों से होशियार करें, കുഴപ്പമുണ്ടാക്കുന്നവരെ കുറിച്ച് അവരെ ഉണർത്തുക, दूसरे के जज्बात का ख्याल रखने वाले और एक दूसरे के मजहब പരസ്പരമുള്ള മതവികാരങ്ങളെ करने वालों को പരിഗണിക്കുന്നവരെയും जमा करके दुनिया में अमन कायम करने की മറ്റുള്ളവരുടെ മതങ്ങളെ ആദരിക്കുന്നവരെയും दुनिया को बताएं। ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ലോകത്ത് സമാധാനം സ്ഥാപിക്കുവാനുള്ള പദ്ധതിക്ക് ആഹ്വാനം നൽകുക. इस अमर की तालीम देता ഇസ്ലാമാണ് ഇക്കാലത്ത് പരസ്പരം ആദരിക്കാൻ കൽപ്പിക്കുന്നതെന്ന പരമാർത്ഥം ലോകത്തിന് മുമ്പാകെ വിളിച്ചു പറയുക. है। तो सबसे बड़ा गुनाह खुदा ताला അള്ളാഹുവിന് മുമ്പിൽ ഏറ്റവും വലിയ പാപമായ इन शिरक करने वालों का भी ഷിർക്ക് വിശ്വസിക്കുന്നവരെ പോലും कि उनके बुतों को പരിഗണിച്ചുകൊണ്ട് പറയുന്നത് അവരുടെ ബിംബങ്ങളെ നിങ്ങൾ ദുഷിക്കരുത് എന്നാണ്. मुल्क में അവയെ ദുഷിച്ചു പറഞ്ഞാൽ അതിനെ ആദരിക്കുന്നവർ മറുപടിയായി അള്ളാഹുവിനെ ദുഷിച്ചു പറയും. അങ്ങനെ നാട്ടിൽ കുഴപ്പം വ്യാപിക്കും. ഇന്ന് ഹോളണ്ടിലെ അഹമ്മദികൾക്ക് അവരുടെ പ്രവർത്തനത്തിന് വേഗത കൂട്ടേണ്ടിയിരിക്കുന്നു. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, तवज्जो दिला रहा हूँ, കാരണം കുറെ കാലമായി ഇക്കാര്യത്തിലേക്ക് ഞാൻ ശ്രദ്ധ ക്ഷണിക്കുന്നു. मस्जिद बनाना चाहते थे, മസ്ജിദ് നിർമ്മിക്കാൻ ഉദ്ദേശിച്ച അൽമിറ എന്ന സ്ഥലത്ത് പള്ളിക്കുള്ള സ്ഥലം ഗവൺമെന്റ് നൽകിയതിനു ശേഷം തിരിച്ചെടുക്കുമായിരുന്നില്ല. कि दुश्मन ഇസ്ലാമിന്റെ വൈദികരുടെ നാടാണ് അതെന്നത് തികച്ചും ശരി തന്നെയാണ്. फिर भी इस शहर में बहुत से शरफा हैं जो आपका साथ देने को तैयार हैं। അവരുടെ ശക്തി കേന്ദ്രമാണ്. बस अपनी कोशिश को पहले से ज्यादा मजबूत എന്നിരുന്നാലും और तेज करने की जरूरत है। और साथ ही हम നിങ്ങൾക്ക് പിന്തുണ നൽകുന്ന എത്രയോ മാന്യ വ്യക്തികൾ അവിടെയുണ്ട്. दुआओं के बगैर नहीं होते। അതുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ മുമ്പത്തേക്കാൾ ഉപരി ശക്തവും സംഘടിതവും तो जो दें, വേഗത്തിലുമാക്കേണ്ട ആവശ്യമാണുള്ളത്. कहूंगा അതോടൊപ്പം ഓർക്കേണ്ട മറ്റൊരു കാര്യം, के लिए भी दुआ करें। നമ്മുടെ ഒരു പ്രവർത്തനവും തന്നെ ദുആ ഇല്ലാതെയില്ല. मलका के पीछे भी इसलिए അള്ളാഹുമായി പ്രത്യേക ബന്ധം സ്ഥാപിക്കാനായി പരിശ്രമിക്കുക. हर किसी ദുആയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. खिलाफ है, इसे रोकती है। और मुसलमानों को भी ഈ നാട്ടിലെ രാജ്ഞിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ ഞാൻ ഇവിടെ പറയുകയാണ്. हकूक കാരണം ഒരു വിഭാഗം രാജ്ഞിയുടെ പിന്നാലെ കൂടിയിരിക്കുകയാണ്. അക്കൂട്ടർ പറയുന്നത് और मुसलमानों के लिए तो മുസ്ലിങ്ങൾക്കെതിരിൽ നടക്കുന്ന എല്ലാ അക്രമ പ്രവർത്തനങ്ങൾക്കും രാജ്ഞി എതിർ നിൽക്കുന്നുവെന്നും അവർ അതിനെയെല്ലാം തടയുന്നു എന്നുമാണ്. ഈ നാട്ടിലെ പൗരന്മാരായ മുസ്ലിങ്ങളെ പൗരന്മാരായി പരിഗണിച്ചുകൊണ്ട് അവരുടെ അവകാശങ്ങൾ നൽകുന്നതിനും അവരുടെ വികാരങ്ങൾ പരിഗണിക്കുന്നതിനും അവർ കൽപ്പിക്കുന്നു എന്നും അവർ ആരോപിക്കുന്നു. ഇങ്ങനെയുള്ള പ്രത്യുപകാരത്തിന് പകരം പ്രത്യുപകാരം നൽകണമെന്നാണ് മുസ്ലിങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് രാജ്ഞിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർക്കെതിരെയുള്ള എല്ലാ ഗൂഢപദ്ധതികളും അല്ലാഹു തകർക്കുമാറാകട്ടെ. क़याम അവരുടെ ഹൃദയം അല്ലാഹു തുറന്നു കൊടുക്കുമാറാകട്ടെ. बुलंदी के लिए അള്ളാഹു ഈ നാട്ടിലുള്ളവരുടെ ഹൃദയവും തുറന്നു കൊടുക്കട്ടെ. ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനത്തെ
മനസ്സിലാക്കുന്നവരായി ഇവർ മാറട്ടെ. നീതി നിലനിർത്താനും मानने वाले हैं ഇസ്ലാമിന്റെ അന്തസ്സ് ഉയർത്തുന്നതിനും വേണ്ടി बरतरी നമ്മുടെ പൂർണ്ണമായ പങ്ക് വഹിക്കേണ്ടതാണ്. के मुकाम को കാരണം ഇസ്ലാമിന്റെ മഹത്വവും उनके कदमों में लाकर रखना है തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനവും कि ये हजरत ജനങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കാനായി വന്ന ने बड़े അള്ളാഹുവിന്റെ യോദ്ധാവിനെ അംഗീകരിച്ചവരാണ് നാം. ലോകത്തെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽക്കീഴിൽ കൊണ്ടുവരേണ്ടതാണ്. तो इस्लाम ही थे. ഉപഭൂഖണ്ഡത്തിൽ ഉയർന്ന शिर्क की एक झोली में गिरने से കളവിന്റെ പോർവിളിയെ തടഞ്ഞത് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ആയിരുന്നു. सल्लल्लाहु अलैहि वसल्लम ഉപഭൂഖണ്ഡത്തിലെ മുസ്ലിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, മുസ്ലിങ്ങളെ ഷിർക്കിന്റെ മടിത്തട്ടിൽ വീഴുന്നതിൽ നിന്നും സംരക്ഷിച്ചത് ആ മഹാത്മാവായിരുന്നു. तस्लीस के തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിമാനം സംരക്ഷിക്കാനായി हजरत सल्लल्लाहु തന്റെ സർവ്വതും സമർപ്പിച്ചതും ആ മഹാത്മാവായിരുന്നു. ആഫ്രിക്കയിൽ നമ്മുടെ മുബല്ലിഗുമാർ ഇസ്ലാമിനെ പ്രചരിപ്പിച്ചുകൊണ്ട് ത്രിത്വത്തെ അംഗീകരിക്കുന്നവരെ ഏകത്വത്തിൽ വിശ്വസിക്കുന്നവരാക്കി മാറ്റി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വലാത്ത് അയക്കുന്നവരാക്കി മാറ്റി. ജൽസകളിൽ ആഫ്രിക്കൻ അഹമ്മദികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് അതിമനോഹരമായി ചൊല്ലുന്നത് നാം കേൾക്കുന്നു. ഇവരിൽ അധികം പേരും ക്രിസ്തുമതത്തിൽ നിന്നാണ് ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളത്. ഖാനയിൽ ഭൂരിഭാഗവും ക്രിസ്തുമതത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അഹമ്മദിയ ജമാഅത്ത് दुनिया में कर रही है. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്നും പഠിച്ചുകൊണ്ട് ലോകത്ത് ചെയ്യുന്ന പ്രവർത്തികളാണിത്. दुनिया के सामने पेश ആ മഹാത്മാവിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഇക്കാലത്ത് ഇസ്ലാമിന്റെ സുന്ദര സന്ദേശം मेहदी हैं अल्लाह ताला के भेजे हुए हैं സമർപ്പിക്കാനേ കഴിയില്ല. जिन्होंने इस जमाने में दुनिया की हिदायत का काम करना അള്ളാഹു അയച്ച जो अल्लाह ताला की तरफ से आए മഹ്ദി अल्लाह ताला അദ്ദേഹമാണ്. लेकर आए. ഇന്ന് ലോകത്ത് ഹിദായത്തിന്റെ പ്രവർത്തനം ചെയ്യേണ്ടത് അദ്ദേഹമാണ്. जिन्होंने अपनी जिंदगी അള്ളാഹുവിൽ നിന്നും ഹിദായത്ത് കരസ്ഥമാക്കിയാണ് വന്നത്. के लिए कुर्बान कर दी. आप अलैहिस्सलाम के മുഹമ്മദീയത്തിന്റെ സ്ഥാനം അംഗീകരിപ്പിക്കുന്നതിനായി തന്റെ സർവ്വതും സമർപ്പണം ചെയ്തവർ അദ്ദേഹമാണ്. आप एक जगह फरमाते हैं തിരുനബിയോടുള്ള आसमान के नीचे അദ്ദേഹത്തിന്റെ സ്നേഹം एक ही नबी അദ്ദേഹത്തിന്റെ ലിഖിതങ്ങളിൽ നിന്നും സ്പഷ്ടമാണ്. यानी ഒരു സ്ഥലത്ത് പറയുന്നു, हजरत मोहम्मद मुस्तफ़ा ഇനി ആകാശത്തിനു കീഴെ जो आल ഒരേ ഒരു പ്രവാചകനും ഒരേ ഒരു ഗ്രന്ഥവുമാണുള്ളത്. അതായത് ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. नास हैं അദ്ദേഹം മറ്റെല്ലാ പ്രവാചകന്മാരെക്കാളും ഉന്നതനും ശ്രേഷ്ഠനുമാണ്. മറ്റെല്ലാ റസൂൽമാരെക്കാളും സമ്പൂർണനും പരിപൂർണനുമാണ്. ഖാത്തമുൽ അംബിയായും ഖൈറുന്നാസുമാണ്. അദ്ദേഹത്തെ പിൻപറ്റുന്നതിലൂടെ ദൈവത്തെ പ്രാപിക്കാൻ സാധിക്കുന്നതാണ്. അന്ധകാരത്തിന്റെ മറ നീക്കപ്പെടുന്നതാണ്. ഈ ലോകത്ത് വെച്ച് തന്നെ യഥാർത്ഥ മോക്ഷത്തിന്റെ അടയാളങ്ങൾ പ്രകടമാകുന്നതാണ്. മറ്റു സ്ഥലത്ത് പറയുന്നു, സർവസമ്പൂർണനും പരിപൂർണ മനുഷ്യനുമായ വ്യക്തി, പരിപൂർണ പ്രവാചകനായ വ്യക്തി, അതും എല്ലാ അനുഗ്രഹങ്ങളുമായി വരികയുണ്ടായി. അദ്ദേഹം മുഖേന പ്രകടമായ ആത്മീയ ഉണർവ് കാരണം ലോകത്ത് ആദ്യത്തെ ഖിയാമത്ത് നടക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വരവോടുകൂടി മൃതമായി കിടക്കുന്ന ഒരു പ്രപഞ്ചം തന്നെ ഉയർത്തി നിൽക്കുകയും ചെയ്തു. അനുഗ്രഹീത പ്രവാചകൻ ഹസ്രത്ത് ഖാത്തമുൽ അംബിയ, ഇമാമുൽ അസ്ഫിയ, ഖത്തമുൽ മുർസലീൻ, ഫഖറുൻ നബിയീൻ ജനാബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ഞങ്ങളുടെ പ്രിയനാഥ, ആരംഭ നാൾ മുതൽ ഇതുവരെ നീ ആരിലും അയച്ചിട്ടില്ലാത്ത അനുഗ്രഹവും കാരുണ്യവും ഈ പ്രിയ പ്രവാചകനിൽ നീ അയക്കണമേ. हजरत मोहम्मद मुस्तफ़ा മറ്റൊരു സ്ഥലത്ത് പറയുന്നു, वसल्लम को അള്ളാഹുവിനോടുള്ള ഭയം ലേശമില്ലാതെ और आज जनाब ജനങ്ങൾ നമ്മുടെ ഭക്തനായ പ്രവാചകൻ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറയുകയും सुलह करे. ആ मैं सच सच कहता हूँ അവിശുദ്ധമായ ആരോപണങ്ങൾ ആ മഹാത്മാവിനെതിരിൽ ഉന്നയിക്കുകയും ചെയ്യുകയും ചീത്ത പറയുകയും ചെയ്യുന്നവരുമായി നമുക്കെങ്ങനെ രഞ്ജിപ്പിലെത്താൻ സാധിക്കും? ഞാൻ സത്യമായും പറയുന്നു, വനാന്തരങ്ങളിലെ സർപ്പങ്ങളോടും കാട്ടിലെ ചെന്നായ്ക്കളോടും ഞങ്ങൾക്ക് രഞ്ജിപ്പിലെത്താൻ സാധിക്കും. ഞങ്ങൾ ഞങ്ങളുടെ ജീവനേക്കാളും ഞങ്ങളുടെ മാതാപിതാക്കളെക്കാളും ഞങ്ങൾ സ്നേഹിക്കുന്ന നമ്മുടെ പ്രവാചകനെതിരിൽ അവിശുദ്ധ ആരോപണം ഉന്നയിക്കുന്നവരുമായി ഞങ്ങൾക്കൊരിക്കലും രഞ്ജിപ്പുണ്ടാക്കാൻ സാധ്യമല്ല. അള്ളാഹു ഇസ്ലാമിൽ തന്നെ നമ്മെ മരിപ്പിക്കട്ടെ. വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു പ്രവൃത്തിയും തന്നെ ചെയ്യാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുകയില്ല.
इश्क मोहम्मद തിരുനബിയോടുള്ള സ്നേഹവും മുഹമ്മദിയത്തിന്റെ സ്ഥാനത്തോടുള്ള ആദരവും हार करने वाला പ്രവാചകത്വത്തോടുള്ള വികാരവും പ്രകടിപ്പിക്കുന്നവർ ഇതേപോലെ മറ്റാരെങ്കിലും ഉണ്ടോ? मसीह अलैहिस्सलाम को कोई नजर नहीं आएगा। ഹസ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാതെ ऐसा മറ്റാരെയും നമുക്ക് ഈ കാലത്ത് കാണാൻ സാധ്യമല്ല. कहीं ढूंढे ഭൂമുഖത്ത് എവിടെ തിരിഞ്ഞാലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇങ്ങനെയുള്ള പ്രേമിയെ കണ്ടെത്താൻ സാധ്യമല്ല. എന്നാൽ മുസ്ലിങ്ങളിൽ വലിയ ഒരു വിഭാഗം ആളുകളും തിരുനബിയുടെ ഈ പ്രേമിയെ നിഷേധിക്കുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും കൂടി ചെയ്യുന്നു എന്നത് അവരുടെ ദൗർഭാഗ്യമല്ലാതെ മറ്റെന്താണ്? പാകിസ്ഥാനിൽ നിത്യവും ഈ മുല്ലാക്കൾ അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. 98% അഹമ്മദികൾ വസിക്കുന്ന റബ്വയിൽ പോലും ഇതാണ് അവസ്ഥ. उन्हें तो जलसा അഹമ്മദികൾക്ക് അവിടെ സമ്മേളനങ്ങളും മീറ്റിങ്ങുകളും നടത്താനുള്ള അനുവാദമില്ല. नबूवत के എന്നാൽ അവിടെ ഖത്തമുൻ നുബുവത്തിന്റെ പേരിൽ അഹമ്മദിയത്തിന്റെ വൈരികൾക്ക് അഹമ്മദിയത്തിനെതിരിലും ഹദ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരിലും അസഭ്യങ്ങൾ പുലമ്പാനുള്ള അനുവാദം നൽകിയിരിക്കുകയാണ്. कल शाम से ഇന്നലെ വൈകുന്നേരം മുതൽ एक जलसा अक्टूबर में റബുവയിൽ सुबह में അവരുടെ ഒരു സമ്മേളനം നടക്കുന്നുണ്ട്. ഒക്ടോബറിൽ നടക്കുന്നതാണത്. जो आज शाम खत्म അത് ഇന്ന് വൈകുന്നേരം അവസാനിക്കുന്നതാണ്. की बात तो काम ഇതുവരെ ലഭിച്ച റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹവും ആദരവും പ്രകടിപ്പിക്കുന്ന പ്രസംഗങ്ങൾ വളരെ കുറവാണ്. इस्तेमाल की जाए। അതിൽ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരിൽ അസഭ്യങ്ങൾ പുലമ്പുകയും നീചമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഖത്തമുൻ നുബുവത്തിന്റെ പേരിൽ ഈ പ്രവാചക പ്രേമിയെ ആക്രമിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. लेकिन हम ये सब कुछ അദ്ദേഹത്തെ അംഗീകരിക്കുന്നവരുടെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. എന്നാൽ ഇതെല്ലാം തന്നെ ഞങ്ങൾ റസൂലിനോടുള്ള പ്രേമത്താൽ സഹിക്കുകയാണ്. हमें नहीं छोड़ा। ഞങ്ങളുടെ പ്രിയനാഥന്റെ സമക്ഷം ഞങ്ങൾ കുമ്പിടുന്നു. ആ നാഥൻ ഞങ്ങളെ ഒരിക്കലും കൈവിട്ടിട്ടില്ല. ഇസ്ലാമിനെ പ്രതിരോധിക്കുവാനുള്ള ഞങ്ങളുടെ പരിശ്രമം കുറവാണെങ്കിൽ പോലും തന്റെ വാഗ്ദത്ത മഹ്ദി മസീഹിന്റെ സത്യത പ്രകടിപ്പിക്കുന്നതിനായി അള്ളാഹു സ്വയം ജനങ്ങൾക്ക് വഴികാട്ടിക്കൊടുക്കും. और पिछले 125 साल से फरमाता चला जा रहा है, കഴിഞ്ഞ 125 വർഷമായി उनके दिलों को खोलता है और उन्हें जमात में शामिल होने की तौफीक देता चला। അള്ളാഹു ഇത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. इस वक्त मैं चंद वाकयात आपके सामने रखूं മറ്റുള്ളവരുടെ ഹൃദയം അള്ളാഹു തുറക്കുകയും അവർക്ക് ജമാഅത്തിൽ പ്രവേശിക്കുവാനുള്ള തൗഫീഖ് നൽകുകയും ചെയ്യുന്നു. पेश करना चाहता हूँ। നിങ്ങളുടെ ഈമാൻ വർദ്ധിക്കുന്നതിനായി ചില സംഭവങ്ങൾ നിങ്ങളുടെ മുമ്പാകെ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. हमारे जर्मनी के मुबल्लिग हैं मोहम्मद अहमद साहब, ജർമ്മനിയിലെ നമ്മുടെ മുബല്ലി മുഹമ്മദ് അഹമ്മദ് സാഹിബ് എഴുതുന്നു, सरबाद बाश साहब कई साल സബ്ബാദ് ബാസ് സാഹിബ് से ज़ेर तबलीग थे। എന്ന അനാമതി സുഹൃത്ത് നമ്മുടെ അനുഭാവിയായിരുന്നു. ജമാഅത്തിന്റെ വിശ്വാസം ശരിയാണെന്ന് അദ്ദേഹം അംഗീകരിക്കുമായിരുന്നു. എന്നാൽ ബയ്യത്ത് ചെയ്യാൻ മനസംതൃപ്തി കൈവരുന്നില്ല. ഇദ്ദേഹം മറ്റുള്ളവർക്ക് തബ്ലീഗ് ചെയ്യും. ഇത് മുഖേന മറ്റു പലരും ബയ്യത്ത് ചെയ്തിട്ടുണ്ട്, സ്വയം ബയ്യത്ത് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും അഹമ്മദിയത്തിന്റെ തബ്ലീഗ് ചെയ്യും. ചില കടമകൾ നിറവേറ്റാനുണ്ടെന്നാണ് തന്നെ കുറിച്ച് പറയാറുള്ളത്. एक दिन ये लिखते हैं मुरब्बी साहब, മുബല്ലി സാഹിബ് എഴുതുന്നു, ഒരു ദിവസം അദ്ദേഹം എന്റെ അടുത്ത് വന്നു. എന്നിട്ട് ചോദിച്ചു, ബയ്യത്ത് ചെയ്യുന്ന രീതി എന്താണ്? ഞാൻ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു, എന്ത് പറ്റി? അദ്ദേഹം പറഞ്ഞു, രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. ഈ സ്വപ്നത്തിൽ എനിക്ക് ഇപ്രകാരം ശബ്ദം ലഭിക്കുകയുണ്ടായി, അഹമ്മദിയത്ത് ഒരു സമുദ്രമാണ്, അതിന്റെ ഖജനാവുകളെ കുറിച്ച് അറിയാൻ എല്ലാവർക്കും കഴിയില്ല. പറയുന്നു, ഈ ശബ്ദം എന്റെ ഹൃദയാവസ്ഥ ആകെ മാറ്റിമറിച്ചു കളഞ്ഞു. അദ്ദേഹം ഉടനെ ബയ്യത്ത് ചെയ്യുകയും ചെയ്തു. ഐവറി കോസ്റ്റിലെ ഒരു ഗ്രാമമായ സോസെ ബയിൽ നമ്മുടെ മുബല്ലിഗ് തബ്ലീഗിനായി എത്തി. और इमाम मेहदी की आमद का ऐलान ഇമാം മഹദി വന്നതിനെ കുറിച്ച് വിളംബരപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ ആ ഗ്രാമത്തിലെ സ്ഥാപകനായ യഹിയ ചപ്പാത്തെ സാഹിബ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് താൻ കണ്ട ഒരു സ്വപ്നം വിവരിക്കുകയുണ്ടായി. വടക്കു ചക്രവാളത്തിൽ പകൽ 2 മണിക്കൊരു പ്രകാശം फिर एक हफ्ते बाद പരക്കുന്നതായി കണ്ടു. जनूबी उफक ഒരാഴ്ചക്ക് ശേഷം തെക്ക് ഭാഗത്ത് നിന്നൊരു പ്രകാശം പരക്കുന്നതായി കണ്ടു. ख्वाब उलमा ഈ ഗ്രാമത്തിലെ ചീഫ് പണ്ഡിതന്മാരുടെ മുമ്പാകെ തന്റെ ഒരു സ്വപ്നം വിവരിക്കുകയുണ്ടായി. അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞത്, നിങ്ങൾക്ക് വലിയ സൗഭാഗ്യം വരാൻ പോകുന്നു. ഈ സ്വപ്നത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അഹമ്മദിയത്തിന്റെ മുബല്ലിഗുമാരുടെ ഒരു സംഘം ആ ഗ്രാമത്തിൽ എത്തുകയും ഇമാം മഹദിയുടെ കാര്യങ്ങൾ അവർ കേൾപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിക്കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ വരികയും എന്നിട്ട് നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചുകൊണ്ട് പറയുകയും ചെയ്തു, വടക്കു നിന്നും തെക്കു നിന്നും പ്രസരിക്കുന്ന പ്രകാശം മുഖേന നമുക്ക് ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യം ഇത് തന്നെയാണ്. सदाकत को कबूल करता हूँ
ഞാനിത് സ്വീകരിക്കുന്നു. ഇനി ജനങ്ങളിൽ നിന്ന് ആരെങ്കിലും ഇത് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഒരു കാര്യം പറയാനുള്ളത്, അഹമ്മദിയത്ത് എന്നത് അള്ളാഹുവിൽ നിന്നുള്ള വലിയ സൗഭാഗ്യമാണ്. അതിനെ സ്വീകരിക്കുക. തുടർന്ന് ആ ഗ്രാമം ഏകദേശം മുഴുവനും ബയ്യത്ത് ചെയ്യുകയുണ്ടായി. ഇറാഖിൽ നിന്ന് മുറാദ് സാഹിബ് എഴുതുന്നു, ഞാൻ ഷിയാകളുടെ ഇടയിലാണ് താമസിക്കുന്നത്. പിതാവും പിതാമഹനും ഷിയാക്കളാണ്. ഇമാം മഹദിയെ കുറിച്ചുള്ള കാര്യത്തിൽ ഷിയാക്കളുടെ വിശ്വാസത്തിൽ തൃപ്തനായിരുന്നില്ല. എവിടെയോ ചില പാളിച്ചകൾ ഉണ്ടെന്ന് തോന്നിയിരുന്നു. ഒരു ദിവസം സ്വപ്നത്തിൽ കാണുന്നു, ഞാൻ ഒരു റൂമിൽ ഇരിക്കുകയാണ്. 4 പേർ അവിടെ വരുന്ന ശബ്ദം കേട്ടു. അവരെ എനിക്കറിയില്ല. പുറത്തിറങ്ങി നോക്കിയപ്പോൾ വെള്ളത്തിന്റെ പൈപ്പ് പിടിച്ച് എന്റെ വീട്ടിൽ വെള്ളം ഇവർ തളിക്കുകയാണ്. ഞാൻ അത്ഭുതപ്പെട്ടുകൊണ്ട് എന്താണ് ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ വീട് വൃത്തിയാക്കാൻ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അയൽവാസികളെ കുറിച്ച് എന്താണ് കൽപ്പനയുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, താങ്കളുടെ വീട് വൃത്തിയാക്കാൻ മാത്രമാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ദിവസം TV തുറന്നപ്പോൾ 4 പേരെ അതിൽ കണ്ടു. മുസ്തഫ സാബിക് സാഹിബ്, ഷെരീഫ് സാഹിബ്, ഹാനി സാഹിബ്, മുഅ്മിൻ സാഹിബ് എന്നിവർ അൽ ഹിവാലുൽ മുബാഷിറ എന്ന പ്രോഗ്രാം നടത്തുകയായിരുന്നു. അപ്പോൾ ഞാൻ കണ്ട സ്വപ്നം അള്ളാഹുവിൽ നിന്നാണെന്ന് എനിക്ക് ബോധ്യമായി. അങ്ങനെ ഞാൻ ബയ്യത്ത് ചെയ്യാൻ തീരുമാനിച്ചു. ഫ്രാൻസിലെ അമീർ സാഹിബ് എഴുതുന്നു, ബീർ ജുലൈൻ അയർലാൻഡിലെ ഒരു സ്ത്രീ ഫ്രാൻസിൽ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാനായി വരികയായിരുന്നു. വരുന്നതിന് മുമ്പേ സ്വപ്നത്തിൽ ഇപ്രകാരം കണ്ടു, ഫ്രാൻസിൽ പോയി നിന്റെ ബന്ധു എലനെ തീർച്ചയായും കാണണം. അങ്ങനെ അവർ ഫ്രാൻസിൽ വന്നു. തന്റെ ബന്ധുവിന്റെ അടുത്ത് വന്നു. ഇദ്ദേഹം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നേരത്തെ ബയ്യത്ത് ചെയ്തിരുന്നു. ആ സ്ത്രീയെ അദ്ദേഹം വിശ്വാസത്തിൽ കൊണ്ടുവന്നു. തബ്ലീഗിന് ശേഷം അവർ ബയ്യത്ത് ചെയ്യുകയുണ്ടായി. അടുത്ത ദിവസം ഇവരെ എയർപോർട്ടിൽ കൊണ്ടുവിടാനായി അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടെ അവരുടെ ഭർത്താവും മകനും ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, അഹമ്മദിയത്തിനെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ ബയ്യത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആ കുടുംബം ഒന്നടങ്കം ബയ്യത്ത് ചെയ്യുകയുണ്ടായി. മിസ്റിൽ നിന്നും അബ്ദുൽ മജീദ് സാഹിബ് എഴുതുന്നു, ഞാൻ സ്വപ്നം കാണുകയാണ്. ഞാൻ ഒരു വള്ളത്തിൽ സഞ്ചരിക്കുകയാണ്. കയ്യിൽ ഒരു തുഴയുണ്ട്. അലക്ഷ്യമായി അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സമുദ്രത്തിൽ തിരമാലകൾ ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുകയാണ്. വള്ളം മറിയാനുള്ള എല്ലാ സാധ്യതകളും പ്രകടമാണ്. അപ്പോൾ ഞാൻ അള്ളാഹുവിന്റെ ഒരു ശബ്ദം കേട്ടു, ഇത് മൂസയുടെ വടിയാണ്, ഇതിനെ സമുദ്രത്തിൽ അടിക്കുക. അപ്പോൾ ഒരു വടി കയ്യിൽ കിട്ടി. അതിനെ ഞാൻ ആകാശത്ത് നിന്ന് എടുത്ത് സമുദ്രത്തിൽ അടിച്ചു. അപ്പോൾ വള്ളം ഒരു ഉയർന്ന സ്ഥലത്ത് പോയി നിന്നു. അത് മനോഹര സൗധങ്ങളുള്ള ഒരു പട്ടണമായിരുന്നു. അതിൽ ഉള്ള എല്ലാവരും സന്തോഷവാന്മാരും സഹൃദയരുമായിരുന്നു. എന്നോട് പറയപ്പെട്ടു, ഇത് അഹമ്മദിയ ജമാഅത്തിന്റെ പട്ടണമാണ്. അപ്പോൾ എനിക്ക് ബയ്യത്ത് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം ബയ്യത്ത് ചെയ്യാനുള്ള തൗഫീഖ് ലഭിച്ചു. 2000 നടന്ന ഒരു സംഭവം ജർമ്മനിയിലെ ഒരാൾ എഴുതുന്നു, തബ്ലീഗ് സ്റ്റാളിൽ തുർക്കിയിലെ ഒരു ഫാമിലിയുമായി ബന്ധപ്പെടാൻ സാധിച്ചു. അതിനുശേഷം ആ ഭാര്യയും ഭർത്താവും നമ്മുടെ പള്ളിയിൽ വന്നു. തുർക്കി സ്ത്രീ നമ്മുടെ മുബല്ലി സാഹിബിന്റെ ഭാര്യയെ കണ്ടപ്പോൾ അവരുടെ കണ്ണിൽ നിന്നും കണ്ണീരൊഴുകാൻ തുടങ്ങി. എന്നിട്ട് അവർ പറഞ്ഞു, കുറച്ചു ദിവസം മുമ്പ് നിങ്ങൾ എനിക്ക് തബ്ലീഗ് ചെയ്യുന്നതായി ഞാൻ സ്വപ്നത്തിൽ കണ്ടിരുന്നു. അതിനുശേഷം അവർ അഹമ്മദിയത്തിനെ കുറിച്ച് വിവരങ്ങൾ അന്വേഷിച്ചു. MTA-യിൽ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബിയിനെയും കണ്ടിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവർ വീണ്ടും മസ്ജിദിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, വീട്ടിൽ ചെന്ന് ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ ദുആ ചെയ്തു, അള്ളാഹുവേ, ഇതൊരു പ്രശ്നമായിരിക്കുകയാണ്, നീ എന്നെ സഹായിക്കണമേ. മസ്ജിദിൽ വെച്ച് TV-യിൽ കണ്ട വ്യക്തി സത്യവാനാണെങ്കിൽ അദ്ദേഹവുമായി എനിക്ക് കൂടിക്കാഴ്ച നടത്താൻ അവസരം ഒരുക്കണമേ. അവർ തുടർന്ന് വിവരിക്കുകയാണ്, എനിക്ക് ജാഗ്രതാ ദർശനത്തിൽ അദ്ദേഹവുമായി മുലാഖാത്ത് നടത്താൻ സാധിച്ചു. അങ്ങനെ ആ സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ആ കുടുംബത്തിലെ 3 പേർക്ക് ബയ്യത്ത് ചെയ്യാൻ സാധിച്ചു. പോളണ്ടിലെ മുസ്ലിങ്ങളെ മാത്രമല്ല അമുസ്ലിങ്ങൾക്കും അള്ളാഹു വഴികാട്ടുന്നുണ്ട്. പോളണ്ടിലെ നിങ്ങളുടെ മുബല്ലിഗ് സാഹിബ് എനിക്ക് ഇപ്രകാരം എഴുതി, മാലത്തി എന്നുപേരുള്ള ഒരു ഹിന്ദു സ്ത്രീ 15 വർഷം മുമ്പ് ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നു. മറാക്കിഷിലെ മൻസൂറുല്ലാ സാഹിബുമായി വിവാഹം നടത്തിയിരുന്നു. അവർ ഒരിക്കൽ സ്വപ്നത്തിൽ കാണുകയാണ്, ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലെ ആളുകൾ വസ്ത്രം അണിഞ്ഞുകൊണ്ട് ഒരു ഭക്തന്റെ മുമ്പിൽ ഒന്നിച്ചുകൂടിയിരിക്കുകയാണ്. ഇവരെല്ലാം കൈകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് പറയുന്നത് ഈ വ്യക്തി മസീമോദാണെന്നാണ്. ആ സ്ത്രീ തന്റെ ഭർത്താവിനോട് ഈ സ്വപ്നം കേൾപ്പിച്ചു. ഭർത്താവ് MTA കാണിച്ചു കൊടുത്തു. അതിൽ വാഗ്ദത്ത മസീഹിന്റെ ആഗമനത്തെ കുറിച്ചുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തന്റെ ഭാര്യയെ വിളിച്ച് ഇത് കാണിച്ചപ്പോൾ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഫോട്ടോ കണ്ട ഉടനെ തിരിച്ചറിയുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു,
ഞാൻ സ്വപ്നത്തിൽ കണ്ട വ്യക്തി ഇദ്ദേഹം തന്നെയാണ്. और आखिर बैत അവർ രണ്ടുപേരും MTA കാണുകയും അങ്ങനെ ബയ്യത്ത് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. इनको അള്ളാഹു ഇവരെ जमात का काम है कि वैसे लोग जो अहमदियत में शामिल होते അഹമ്മദിയത്തിൽ നിലനിർത്തട്ടെ. അതോടൊപ്പം ഇങ്ങനെ ബയ്യത്ത് ചെയ്തു വരുന്നവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ജമാഅത്തിനാണുള്ളത്. അവരുമായി നിരന്തര ബന്ധമുണ്ടാക്കിയിരിക്കണം. हैं ईसाई അങ്ങനെ അവരെ നമ്മുടെ സമീപത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ക്രിസ്ത്യാനികളിൽ നിന്നും വന്നവരുടെ സംഭവമുണ്ട്. ब्रांडी അമീർ സാഹ് കനഡ എഴുതുന്നു, जिक्र करते लिखते വെൻഡി വിൽസൺ എന്ന സ്ത്രീയെ കുറിച്ചാണ് എഴുതുന്നത്. हैं हमारे एक അവര് ടൊറന്റോയിൽ താമസിക്കുന്ന നമ്മുടെ ഒരു ദായി ഇലല്ലാ तबलीग थी उन्होंने यके बाद ഹസൻ ഫാറൂഖി സാഹിബിന്റെ തബ്ലീഗിൽ ആയിരുന്നു. सल्लम और हजरत അവര് ख्वाब में വഴിക്കുവഴി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഹസ്രത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ദർശനത്തിൽ കാണുകയുണ്ടായി. അവർ ഇരുവരും ഇവർക്ക് സ്വാതന്ത്ര്യം നൽകുകയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അതിനുശേഷം അവർ ബയ്യത്ത് ചെയ്തു. കനഡയിൽ തന്നെ फैद फॉर्म नौजवान അമാനുവൽ റോത്തിൻസിന്റെ ബയ്യത്തുമായി ബന്ധപ്പെട്ട സംഭവമുണ്ട്. 24 വയസ്സുള്ള ഓന്റാറിയോ സ്വദേശിയായ ഒരു യുവാവ് ചെറുപ്പത്തിൽ തന്നെ സ്വപ്നത്തിൽ ഒരു പ്രകാശം കണ്ടു. ആദ്യമൊക്കെ മങ്ങിയാണ് കണ്ടിരുന്നത്, പിന്നീട് നല്ല ശോഭയോടെ കാണുകയുണ്ടായി. 1.5 വർഷം മുമ്പ് ഈ യുവാവ് മുസ്ലിമായപ്പോൾ ഈ പ്രകാശം ഒന്നുകൂടി വ്യക്തമായി കാണാൻ തുടങ്ങി. അഹമ്മദിയത്തിനെ കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പ്രകാശം വീണ്ടും തെളിയാൻ തുടങ്ങി. അങ്ങനെ ആ പ്രകാശത്തിൽ അദ്ദേഹത്തിന് ഒരു മങ്ങിയ മുഖം പ്രത്യക്ഷമായി. ഒരു ദിവസം ഒരു അഹമ്മദി സുഹൃത്തിനോടൊപ്പം 3-4 മണിക്കൂർ സംസാരിച്ചതിനു ശേഷം बताया രാത്രി സ്വപ്നത്തിൽ ആ വ്യക്തമായ ഒരു മുഖം ദൃശ്യമായി. അഹമ്മദി സുഹൃത്തിനോട് ഈ കാര്യം അദ്ദേഹം പറഞ്ഞു. वफा की तस्वीरें दिखाई അദ്ദേഹം ഉടനെ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും कहा ഖലീഫമാരുടെയും ഫോട്ടോ കാണിച്ചു. देखी तो उन्होंने कहा എന്റെ ഫോട്ടോ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, चेहरा था जो मैंने ഞാൻ സ്വപ്നത്തിൽ കണ്ട മുഖം ഇതാണ്. मार्च 2011 में 2011 മാർച്ചിൽ അദ്ദേഹം ബയ്യത്ത് ചെയ്തു. युगांडा के मीर साहब लिखते हैं कि हमारा वफद യുഗാണ്ട അമീർ സാഹിബ് എഴുതുന്നു, നമ്മുടെ തബ്ലീഗ് സംഘം ഒരു വീട്ടിൽ പ്രവേശിച്ചു. ना जो एक ईसाई था അവർക്ക് അഹമ്മദിയത്തിന്റെ സന്ദേശം കൽപ്പിച്ചു. ആ വീട്ടുകാരൻ ഒരു ക്രിസ്ത്യാനിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. मैंने ख्वाब में ഇന്ന് രാത്രി ഞാൻ സ്വപ്നത്തിൽ കണ്ടു जो मुख्तलिफ फिरकों ചില മുസ്ലിങ്ങൾ വിവിധ ഗോത്രത്തിലെയും ഗ്രൂപ്പിലെയും ആളുകളെ ഒരുമിച്ച് കൂട്ടുകയാണ്. അവർ ഒരുമിച്ച് കൂട്ടുന്നത് ഏകനായ അള്ളാഹുവിനെ കുറിച്ചും മസീഹിന്റെ 2ാം വരവിനെ കുറിച്ചും പറയാൻ വേണ്ടിയായിരുന്നു. നിങ്ങൾ വന്ന് എന്റെ സ്വപ്നത്തെ പ്രത്യക്ഷത്തിൽ തന്നെ പുലർത്തി കാണിക്കുകയുണ്ടായി. അതുകൊണ്ട് എന്റെ ബയ്യത്ത് വാങ്ങാം. നമ്മുടെ ആളുകൾ പറഞ്ഞു, ആദ്യം ബയ്യത്ത് ഫോറം വായിച്ച് മനസ്സിലാക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നേരത്തെ വിശ്വസിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇനി വൈകിക്കേണ്ട കാര്യമില്ല. തുടർന്ന് അദ്ദേഹം തന്റെ ഫാമിലിയോടൊപ്പം ബയ്യത്ത് ചെയ്തു. करते हैं हसन कमारा साहब सेकेंडरी स्कूल സറാലിയോനിൽ അമീർ സാഹിബ് എഴുതുന്നു, ഹസൻ കവാറ സാഹിബ് സ്കൂളിൽ ആർട്സ് വിഷയമാണ് പഠിപ്പിച്ചിരുന്നത്. അദ്ദേഹം 2006 ഒരു സ്വപ്നം കാണുകയുണ്ടായി. ആകാശത്തിൽ വളരെ മനോഹരമായ രീതിയിൽ വ്യക്തമായി ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അല്ലാ ഇസ് ദ ഗ്രേറ്റസ്റ്റ്. ईसाई थे एक खुदा को नहीं मानते അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിരുന്നു, ഏകദൈവത്തിൽ വിശ്വസിച്ചിരുന്നില്ല. അതോടൊപ്പം അള്ളാഹുവിന്റെ നബിയായ ഈസ ദൈവം എങ്ങനെയാകും എന്നതിൽ തൃപ്തനുമായിരുന്നില്ല. खौफ से उनका जिस्म कांपने लगा അദ്ദേഹം പറയുന്നു, ഈ ലിഖിതം കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ശരീരം വിറകൊള്ളാൻ തുടങ്ങി. 2008 में വെപ്രാളപ്പെട്ടുകൊണ്ട് കണ്ണു തുറന്നു. कि आसमान 2008 ഇതേപോലുള്ള മറ്റൊരു സ്വപ്നം കാണുകയുണ്ടായി. और देखते ही देखते फट गया ആകാശത്ത് പ്രകാശത്തിന്റെ ഒരു ഗോളം പ്രത്യക്ഷമാവുകയും दी अल्लाह इज ग्रेटेस्ट निकलकर आसमान पर കണ്ടുകൊണ്ടിരിക്കെ അത് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. 2008 में खिलाफत जो അതിന്റെ അകത്ത് നിന്നും വന്ന വാക്കുകൾ അല്ലാ ഈസ് ദ ഗ്രേറ്റസ്റ്റ് എന്നായിരുന്നു. പാകിസ്ഥാനിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ഖിലാഫത്ത് സോവനിയർ 2008 ജൂലൈ മാസം വാങ്ങുകയും അത് വായിക്കുകയും ചെയ്തു. അങ്ങനെ പതുക്കെ പതുക്കെ അഹമ്മദിയത്തിലേക്ക് ആകൃഷ്ടനാകാൻ തുടങ്ങി. ഈ സോവനിയർ വായിച്ചതുകൊണ്ട് പല സംശയങ്ങളും അദ്ദേഹത്തിന് ദൂരീകരിക്കാൻ സാധിച്ചു. 2009 വീണ്ടും ഒരു സ്വപ്നം കണ്ടു. വുളു ചെയ്ത് നമസ്കരിക്കാനായി അഹമ്മദിയ മസ്ജിദിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയപ്പോൾ ജമാഅത്തോടു കൂടിയുള്ള നമസ്കാരം കഴിഞ്ഞിരിക്കുന്നു. ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടതിൽ വളരെയധികം ദുഃഖിക്കുന്നു. തുടർന്ന് അദ്ദേഹം ഉണരുകയുണ്ടായി. സെപ്റ്റംബർ 2010 മുബല്ലി സിൽസില വീട്ടിലേക്ക് ഇദ്ദേഹത്തെ ക്ഷണിച്ചു. ബയ്യത്ത് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്പം ചില സംശയങ്ങൾ കൂടിയുണ്ട്, അതിനുള്ള മറുപടി കൂടി കിട്ടിക്കഴിഞ്ഞാൽ ബയ്യത്ത് ചെയ്യുന്നതാണ്. ഈ വർഷം 2011 തന്നെ തന്റെ സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് ജർമ്മനിയിൽ ബയ്യത്ത് ചെയ്യുകയുണ്ടായി. അൽഹംദുലില്ലാ. വളരെ താല്പര്യത്തോടെ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു റേഡിയോ ജേർണലിസ്റ്റ് മിസ്റ്റർ ജീൻ ടണാംബു മിൽക്ക നമ്മുടെ എക്സിബിഷനിൽ വന്നു. इस्लाम का पैगाम समझाए അവർ പറഞ്ഞു, ഇന്ന് ആദ്യമായാണ് ഇസ്ലാമിന്റെ സന്ദേശം മനസ്സിലാക്കാൻ സാധിച്ചത്. ഇന്ന് ഞാൻ ഇസ്ലാമിനെ മതം എന്ന നിലയിൽ അംഗീകരിക്കുന്നു.
ആദ്യമൊക്കെ ഇസ്ലാമിനെ വളരെ മോശമായാണ് ഞാൻ കണ്ടിരുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം ഇന്ന് ആദ്യമായാണ് ഞാൻ മനസ്സിലാക്കിയത്. മറ്റൊരു അതിഥി പോസ്റ്റിൻ പറയുന്നു, മസ്ജിദുകൾ മന്ത്രവാദ കേന്ദ്രമായാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ അഹമ്മദിയ മസ്ജിദിൽ ഇന്ന് പ്രവേശിച്ചപ്പോൾ മനസ്സിലായത് ഇത് ഏറ്റവും ശാന്തി നൽകുന്ന ഒരിടമാണെന്നാണ്. അള്ളാഹു താല തന്റെ കുദ്രത്തിന്റെ കാഴ്ചകൾ പ്രകടമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ലോകത്തെ എല്ലായിടത്തുമുള്ള സൽപ്രകൃതക്കാർക്ക് അവൻ സ്വയം വഴികാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ ജമാഅത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർ മുഹമ്മദി മസീഹിനെ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹവുമായി ശക്തമായ ഒരു ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അഹമ്മദിയത്തിന്റെ എതിരാളികളുടെ തടസ്സങ്ങളും എതിർപ്പുകളും കണ്ട് വിഷമിക്കേണ്ട കാര്യമേ ഇല്ല. ഇസ്ലാമിന്റെയും അഹമ്മദിയത്തിന്റെയും വൈരികൾ നമ്മുടെ പ്രിയ യജമാനനും നേതാവുമായ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ സഭ്യേതരങ്ങളായ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ, ആ മഹാത്മാവിന്റെ പ്രേമിക്കെതിരിൽ ചീത്ത പറയുമ്പോൾ തീർച്ചയായും നമ്മുടെ ഹൃദയം കീറിമുറിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനുള്ള ഒരേ ഒരു പരിഹാരം ദുആക്കായി അള്ളാഹുവിന്റെ മുമ്പിൽ കുമ്പിടുക എന്നതാണ്. അള്ളാഹുവിനോട് സഹായം തേടുക. തന്റെ പ്രവർത്തനം മുഖേനയും അറിവ് മുഖേനയും ഇസ്ലാമിന്റെയും അഹമ്മദിയത്തിന്റെയും സുന്ദരമായ അധ്യാപനങ്ങളെ ലോക സമക്ഷം സമർപ്പിക്കുക. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. യൂറോപ്പിൽ ഇസ്ലാമിക വൈരികളെയും അഹമ്മദിയത്തിന്റെ വൈരികളെയും ജമാഅത്തിന് നേരിടേണ്ടി വരുന്നുണ്ട്. മുസ്ലിങ്ങളുടെ ഭാഗത്ത് ഇന്നും എതിർപ്പുകളുണ്ട്. അത് ഏത് നാട്ടിലും നമുക്കുണ്ട്. കാരണം മുല്ലാക്കൾ അന്തരീക്ഷത്തെ വിഷലിപ്തമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം ഇസ്ലാം വിരുദ്ധ ശക്തികൾ മുമ്പേ ഇവിടെയുണ്ട് താനും. നമ്മുടെ വിജയവും നമ്മുടെ മസ്ജിദുകളും രണ്ടും ഇവരെ ഇരുവരെയും വേദനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ബെൽജിയത്തും ആദ്യ പള്ളിക്ക് തറക്കല്ലിടേണ്ടതുണ്ട്. അവിടെ രണ്ട് വിഭാഗങ്ങളിൽ നിന്നും അഹമ്മദിയത്തിന് എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നു. ശത്രുക്കളുടെ എല്ലാ കുതന്ത്രവും തന്നെ അള്ളാഹു അവരിലേക്ക് തന്നെ തിരിച്ചുവിടട്ടെ എന്ന് ദുആ ചെയ്യുക. തറക്കല്ലിടൽ ചടങ്ങ് വളരെ ഭംഗിയായി നടക്കാനും ദുആ ചെയ്യുക. മസ്ജിദ് വേഗത്തിൽ പൂർത്തിയായി ഏകനായ അള്ളാഹുവിന്റെ ഏകത്വത്തെ പ്രഖ്യാപിക്കുന്നതായി മാറട്ടെ. ഇസ്ലാമിന്റെ സുന്ദരമായ അധ്യാപനം ലോകത്തിന്റെ മുമ്പാകെ മുമ്പത്തേക്കാൾ ഉപരി സമർപ്പിക്കുന്നവരായി നാം മാറട്ടെ. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.